കഴിഞ്ഞൊരു 5.5 വർഷം മുമ്പ് ഫിജി കാർഡിലേക്ക് വന്ന കാലമാണ്. ഇതിൽ വരുന്നതിന് മുമ്പ് ഞാൻ കേരള പോലീസിലായിരുന്നു, ഏകദേശം ഒരു 20 വർഷം പോലീസിലായിരുന്നു. പിന്നെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. LIC ആയാലും ഹോട്ടലിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഹോട്ടൽ ഫീൽഡിൽ സർവീസിൽ കുറേ കാലം വർക്ക് ചെയ്തു. ദെൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പോലീസിൽ ജോലി കിട്ടി. എന്നിട്ട് മടങ്ങിയിരുന്നില്ല. പോലീസിൽ ഇരുന്നോട് തന്നെ പല പല ബിസിനസ്സുകൾ ചെയ്തു. അച്ചാർ കച്ചവടം, മരുപ്പൊടി കച്ചവടം, കൃഷി, ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ, ഒരുപാട് അവസരങ്ങൾ മാറി മാറി ചെയ്തു. വേറൊന്നുമല്ല, രക്ഷപ്പെടണമെന്ന് തീവ്രമായ ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. രക്ഷപ്പെടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ഒരുപാട് അവസരങ്ങൾ മാറി മാറി ചെയ്തു. ഇതിനിടയിൽ സർവീസിൽ ലീവ് എടുത്ത് 5 കൊല്ലം ഗൾഫിൽ പോയി. ദുബൈയിൽ 5 വർഷക്കാലം ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് അതിനോടൊപ്പം നമ്മളെല്ലാം നെറ്റ്വർക്കിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? വലിയ സ്വപ്നങ്ങളുണ്ട്. ആ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് മിക്കവാറും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പൊന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഒരു 5.5 കൊല്ലം മുമ്പ്, അന്ന് ഞാൻ താമസിക്കുന്നത് കൊല്ലം എയർ ക്യാമ്പിൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിലാണ്. കൊല്ലത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 15 ലക്ഷം രൂപയോളം ബാധ്യതയിൽ നിൽക്കുന്ന ഒരു സാമ്പത്തിക സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അന്ന് ഒരു സുഹൃത്ത് വന്നിട്ട് ഈ ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത, ഫിജി കാർഡിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാൾ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എല്ലാം ഏകദേശം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓർമ്മയുണ്ടാവും പ്ലാനൊക്കെ. പ്ലാൻ നമുക്ക് 6 തരത്തിലുള്ള വരുമാനങ്ങളാണല്ലോ കമ്പനി പറയുന്നത്. 6 തരത്തിലുള്ള വരുമാനം. 1 റീറ്റെയിൽ പ്രോഫിറ്റ്, ഓൺലൈൻ പ്രോഫിറ്റ്. 2 ഡെയിലി ഇൻകം അല്ലേ, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് അഥവാ മാച്ചിങ് ബോണസ്. ഡെയിലി 30,000, ഒരു ദിവസം 30,000 രൂപ, ഒരു മാസം 9 ലക്ഷം രൂപ വരെ കിട്ടാവുന്ന വരുമാനം. 2 നമ്മുടെ ടീമിൽ നടക്കുന്ന റീപർച്ചേസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ജനറേഷൻ ബോണസ് 3. ദെൻ അതുപോലെ മന്ത്ലി പെർഫോമൻസ് ബോണസ്. ദെൻ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ. പിന്നെ ഇത് കൂടാതെയുള്ള റിവാർഡുകൾ അല്ലേ, 50,000, 5 ലക്ഷവും 50 ലക്ഷവും 1 കോടിയും വരെയുള്ള റിവാർഡുകൾ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന 2 പേരുണ്ട്. ഒരാൾക്ക് ഇൻഡസ്ട്രിയുടെ ഡെപ്ത് അറിയാവുന്ന ഒരാളാണ്. 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ഈ ബിസിനസ്സിലൂടെ സമ്പാദിക്കാം അല്ലെങ്കിൽ വാങ്ങാം എന്നൊരു പ്രതീക്ഷ, ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ടോ? അത് വെച്ചിട്ടാണോ വന്നത്? ഇല്ല. സത്യസന്ധമായിട്ടുള്ള മറുപടി, സുഹൃത്ത് നിർബന്ധിച്ചു, അയാൾക്ക് വേണ്ടി തുടങ്ങി. പിന്നെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അല്ലേ, കിട്ടിയാലും കൂട്ടി ഇല്ലെങ്കിലും കൂട്ടി എന്ന് പറഞ്ഞ പോലെ അല്ലേ, ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൽ. പക്ഷെ അവിടെയാണ് ഞാനും നിങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മാഡത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ബിസിനസ് പ്ലാൻ കേട്ട സമയത്ത് സന്തോഷം അറിയാം. മാഡം എന്നിരിക്കുന്ന കസേരയിൽ 5.5 കൊല്ലം മുമ്പ് ഇരുന്ന ഒരാളാണ് ഞാൻ എന്ന് ആലോചിക്കുമ്പോഴാണ് സന്തോഷം കൂടുതൽ തോന്നുന്നത് കേട്ടോ. കാരണം 10-15 ലക്ഷം രൂപ കടം ഉണ്ടാക്കി എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും നെറ്റ്വർക്കിന്റെ പുറകെ നടന്നുണ്ടാക്കിയ കടവുമാണ്. ഓക്കെ, അപ്പൊ എനിവേ 5.5 കൊല്ലം മുമ്പ് ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേട്ട സമയത്ത് ഞാൻ 100% വിശ്വസിച്ച, ഞാൻ 100% ആത്മവിശ്വാസത്തോടെ എടുത്തൊരു തീരുമാനമാണ് ഈ കമ്പനിയുടെ 1 കോടി രൂപ വില്ല ഫണ്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തത്. എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ച വാചകമാണ് I will achieve this 1 crore. എൻ്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ സേവറിൽ ഞാൻ എഴുതി വെച്ച വാചകമാണ് I will achieve this 1 crore. എൻ്റെ മൊബൈൽ ഫോണിന്റെ വാൾപേപ്പറിൽ ഞാൻ എഴുതി വെച്ച വാചകമാണ് I will achieve this 1 crore. എൻ്റെ വീടിന്റെ ചുവരിൽ ഞാൻ എഴുതി വെച്ച വാചകമാണ് I will achieve this 1 crore. ഈ കമ്പനിയുടെ 1 കോടി ഞാൻ വാങ്ങിയിരിക്കും. അതാണ് ഞാൻ നിങ്ങളുടെ വ്യത്യാസം. അപ്പൊ ഞാൻ 1 കോടി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് സാറിന്റെ മുമ്പിൽ കാണിച്ചാൽ സാർ പറയും അത് ഇങ്ങനെ കൊണ്ട് പറ്റുമായിരിക്കും, പക്ഷെ നമ്മളെ കൊണ്ട് ചിലപ്പോഴാണ് പോകുന്നത് പറയും. എന്നാൽ 5.5 കൊല്ലം മുമ്പ് ഞാനിത് വാങ്ങിയ സമയത്ത് ഈ 1 കോടി രൂപ വാങ്ങിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. 50 ലക്ഷം വാങ്ങിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കമ്പനി അന്ന് ആർക്കും ഇത് എടുത്തിട്ടില്ല. ആ ഒരു സമയത്താണ് ഈ കമ്പനിയുടെ 1 കോടി വില്ല ഫണ്ട് വാങ്ങുമെന്ന് ഞാൻ തീരുമാനിച്ചത്. അവിടെയാണ് മറ്റുള്ളവർ അവിശ്വസിക്കുന്നതിനെ വിശ്വസിക്കുന്ന ആളുകൾ, മറ്റുള്ളവർ അസാധ്യമെന്ന് ചിന്തിക്കുന്നതിനെ സാധ്യമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരാണ് ലോകത്ത് ചരിത്രം തിരുത്തുന്നത്. അപ്പൊ ഇറ്റ് വാസ് എ സ്ട്രോങ് ഡിസിഷൻ. ഇതൊരു ഉറച്ച തീരുമാനമായിരുന്നു, ഒരു ദൃഢനിശ്ചയമായിരുന്നു. ഈ കമ്പനിയുടെ 1 കോടി വില്ല ഫണ്ട് ഞാൻ വാങ്ങിയിരിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഞാൻ പോലീസിൽ പണിക്ക് പോകാൻ പറ്റുമോ? പോലീസിലെ പണിയും കിട്ടാൻ പണിക്ക് പോകാത്തതുകൊണ്ട് പോലീസ് അവസാനം പറഞ്ഞു കൊടുത്തു, ടെർമിനേഷനും ചെയ്യും. ആ ടെർമിനേഷൻ ലെറ്ററിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് താങ്കളെ സർവീസിൽ നിന്ന് തിരിച്ചു വിട്ടിരിക്കുന്നതിന്റെ കത്തിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതും എന്റെ മൊബൈൽ ഫോണിന്റെ വാൾപേപ്പറിൽ കിട്ടും. എന്നിട്ട് ഇറക്കാം. ഇറങ്ങിയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഒന്ന്, സാധാരണ കുടുംബത്തിലെ അംഗമാണ് ഞാൻ.
ഒരുപാട് സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്ന ഒരാളാണ് ഞാൻ. അന്ന് വൈഫ് ഡിഗ്രി ബി.എഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. എൻ്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചുള്ള ഒരു കുടുംബമായിരുന്നു. സ്വാഭാവികമായിട്ടും ഉള്ളൊരു ജോലിയും കളഞ്ഞു മറ്റു വരുമാനമൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് എല്ലാവരും കുടുംബവും മക്കളും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും എന്തുമാത്രം ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ളത്. കുട്ടിക്കാലം മുതൽ പട്ടിണി ഇരുന്നിട്ടുള്ള ശീലമുള്ളത് കൊണ്ട് വിശപ്പ് നമുക്ക് വലിയ പ്രശ്നമല്ല. വിശന്നാണെങ്കിലും പ്രവർത്തിക്കാനുള്ളൊരു തൻ്റെ ഇടമൊക്കെ ഉണ്ട്. രാവിലെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെങ്കിൽ അതും ഒരു ടെൻഷനാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ നടന്നു പോയ ദിവസങ്ങളില്ല. 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഒക്കെ നടന്നു പോയ ദിവസങ്ങളുണ്ട്. ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത സമയങ്ങളൊക്കെ ഒരു 6-7 മാസക്കാലം ഇതുപോലെ ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി തന്നെ ബാഗ് നോക്കി ഓരോ സ്ഥലങ്ങളിൽ പോയി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യം ഒരു വാഹനം, ഞങ്ങൾ എന്ന് പറയാൻ കാരണം ഞങ്ങൾ 3 പേരുണ്ട് പാർട്ട്നേഴ്സായിട്ട്. അതിലൊരാളെ മിസ്റ്റർ പുള്ളി എന്നെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. മൂന്നാമതൊരു വ്യക്തി ശ്രീകുമാർ. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത കച്ചവടങ്ങളിലൊക്കെ പുള്ളി എൻ്റെ പാർട്ണറായിരുന്നു. അച്ചാർ കച്ചവടം ചെയ്തപ്പോഴും മരിപ്പൊടി കച്ചവടം ചെയ്തപ്പോഴും പുള്ളി എൻ്റെ പാർട്ണറായിരുന്നു. ഇതിലും എൻ്റെ പാർട്ണറാണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് തുടങ്ങിയത്. ഈ കമ്പനിയുടെ 5 ലക്ഷം രൂപ കാർ ഫണ്ട് കിട്ടിയ സമയത്ത് ബാക്കി കുറച്ച് പൈസ കടവൊക്കെ വാങ്ങിച്ച് പലിശയ്ക്കൊക്കെ എടുത്ത് 5 ലക്ഷം രൂപ കാർ ഫണ്ടൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ 3 പേരും ഫോർഡ് എക്കോസ്പോർട്ട് എന്നൊരു കാർ എടുത്തു. ഞാൻ കാർ എടുത്തെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ആ കാറ് 1 ലക്ഷം കിലോമീറ്റർ ഞാൻ ഓടിച്ചു. 1.5 വർഷം കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഞാൻ ഓടിച്ചു. ഞാൻ ചാവക്കാട് നിന്നും ഗുരുവായൂരും ഒക്കെ ഇതുപോലെ വർക്കിന് പോയിട്ട് തിരിച്ചു വരുന്നത് രാത്രി 12 മണിക്കൊക്കെയാണ് വർക്കെല്ലാം കഴിഞ്ഞിട്ട്. ഇന്ന് ഫീൽഡിലെ ലീഡേഴ്സ് ഒക്കെ നിൽക്കുന്നത് പോലെ ഓക്കെ. ഇതൊക്കെ ആണെങ്കിൽ 6 മണി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ വർക്കില്ലല്ലേ. ഞങ്ങൾ രാത്രി 11 മണിക്കും 12 മണിക്കും വർക്കുള്ള ആളാണ്. അത് കഴിഞ്ഞ് അവരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. എവിടെന്നാ പോകുന്നത്? ചാവക്കാട് നിന്ന് നേരെ തിരിച്ച് കൊല്ലത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ കോട്ടയത്തേക്കാണ് പോകുന്നത്. ഈ ചാലക്കുടിയിലും ആലുവയിലേക്ക് എത്തുമ്പോൾ ഉറക്കം വരും. വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങും. 1 അല്ല 2 അല്ല 7 ദിവസങ്ങൾ. അതായത് 1.5 വർഷം കൊണ്ട് 1 ലക്ഷം കിലോമീറ്ററാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ റോഡിലായിരിക്കും കിടന്ന് ഉറങ്ങിയിട്ടുള്ളത് വണ്ടിക്കകത്ത്. അങ്ങനെ ഓടിയതിന്റെ ഫലമാണ് മുറ്റത്ത് കിടക്കുന്നത്. വിജയം ഒരിക്കലും ആകസ്മികമായിട്ടുണ്ടാകുന്ന സാധനമല്ല. സക്സസ് ഇസ് നോട്ട് ആക്സിഡൻഷ്യൽ. അത് നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ്. ഒരിക്കലും ഒരവസരം നമ്മളെ മാറ്റി നിർത്തില്ല. When opportunity meets preparation, there comes success എന്നാണ്. ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയാൽ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ആ അവസരത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ തയ്യാറെടുപ്പും പരിശ്രമവുമാണ് നമ്മളെ ആ ഒരു അവസരത്തിലൂടെ വിജയിപ്പിക്കുന്നത്.